ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ രാത്രിയുള്ള പരിപാടി ആനക്കക്ക ഉണ്ടാക്കൽ. ആനക്കക്ക ഓരോന്നായി പാത്രത്തിലെടുത്ത് വെക്കുക. എന്നിട്ട് നല്ലോണം പാത്രത്തിൽ കൊണ്ടുപോയിട്ട് കഴുകി അതിന് വൃത്തിയാക്കുക. കാരണം ഇതിൽ നല്ല ചളിയുണ്ടാവും. ഇതാ കണ്ടോളി, ആനക്കക്കയുടെ ഇറച്ചിയാണിത്. എൻ്റെ കെട്ടിയോൾക്കും എൻ്റെ ഫ്രണ്ട്സിനും ഇത് കാണാൻ ആശയായിട്ടൊന്ന് തുറന്നു നോക്കിയതാ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സനീഷ് ബ്രോ. ഹലോ ഗെയ്സ്, ഇത് വെറും ഒരു നടത്തല്ല കേട്ടോ. ആനക്കൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള നടത്താം. രണ്ടടുപ്പിലായിട്ട് ഞാൻ ആനക്കൊക്കെ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി പോവാം കേട്ടോ. നല്ലോണം ഓലക്കണിയാട്ടെ ഞാൻ എടുത്തത്. എന്നിട്ട് രണ്ട് അടുപ്പിലും കൂടിയും വെച്ച് മൂടി വെച്ചിട്ട് നമ്മളിത് ചൂടാക്കി. ഏകദേശം എത്ര സമയം എടുത്ത് സരിച്ചിട്ട് ഇത് ചൂടാക്കാൻ വേണ്ടി നമ്മൾ 45 മിനിറ്റ് എടുത്ത്. ഈ വീഡിയോ സ്കിപ്പ് ആവേണ്ട കണ്ടോളെ. ഇനി ഞങ്ങൾ ആനക്കക്കേന അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ആനക്കക്ക പൊളിക്കലും വൃത്തിയാക്കലും. അപ്പോൾ കമോൺ. വലിയ ആനക്കക്കനെ കാണാൻ നമ്മുടെ അലയുടെ മുളെത്തിയിട്ടുണ്ട്. വലിയ ആനക്കൊക്കെ കണ്ടുകൊണ്ടേ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിപ്പോൾ ചൂടായി റെഡിയായി. ഇനി നമുക്ക് ഇതിനെ കൊട്ടയിലേക്ക് എടുത്തു വെക്കാം. എന്നിട്ടിത് ക്ലീനിങ് പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഈ ഷെല്ലിൽ നിന്ന് എല്ലാ ഇറച്ചിയും താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. ചിലത് മാത്രം അതിൻ്റെ ഉള്ളിൽ, അത് നമ്മൾ വേർപെടുത്തി എടുക്കണം. എന്നിട്ട് നല്ലോണം ക്ലീനാക്കേണ്ട രീതി നോക്കണം. കണ്ടോ, കക്ക ഇറച്ചി കണ്ടിനോ? നോക്കിക്കോ, കണ്ടിട്ടില്ലാത്തവർ കണ്ടോ, നല്ല വലിയ ഇറച്ചിയാണ്. ഇതിൻ്റെ അകത്ത് ക്ലീനിങ് പരിപാടിയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനാണ് നമ്മൾ ആൾക്കാരെ കൂട്ടിയത്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, കക്ക ഇറച്ചിയൊക്കെ എടുത്തു വെച്ചത് ക്ലീനിങ് പരിപാടിയാണിത്. കണ്ടോ, അതിൻ്റെ ഒരു കറുത്ത കളറ്, അതാണ് ക്ലീൻ ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ ചീത്ത മാംസം. ഈ വെള്ളത്തിൻ്റെ കളറാണ് ഇത്. ആരും പേടിക്കണ്ട കേട്ടോ, ഇത് ഫുള്ള് ചളിയാണ്. ഇത് നമ്മൾ കഴുകി നല്ല വെള്ള കളറാക്കണം. ഞാനിവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മുറിച്ചിട്ട് ഇനി നമ്മൾ വൃത്തിയാക്കിയ കക്കയിലേക്ക് മസാല പുരട്ടൽ സ്റ്റാർട്ട് ചെയ്ത്. എത്രയാണോ കക്ക ഇറച്ചി അതിന് കണക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ആവശ്യത്തിന് വേണം ചേർക്കാൻ. നമ്മൾ ഇറച്ചി എത്രയാണുള്ളത് അതിന് കണക്കായിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ 1 സ്പൂൺ 2 സ്പൂൺ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ. കാരണം ഇത് കക്ക ഇറച്ചി എത്ര കിലോ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇതിലെന്തായാലും കുരുമുളക് എന്തായാലും ചേർക്കണം. കുരുമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുമോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളിത് വെക്കുമ്പോൾ വലിയ ഉള്ളി ഉപയോഗിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ്. ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് വരിക. ഇനി ചുവന്ന തൊടുത്ത തക്കാളിക്കുട്ടനെ ചേർക്കാം. പച്ചമുളക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഇഞ്ചി ഇടുന്നു. ഇഞ്ചിക്ക് ശേഷം നമുക്ക് ടേസ്റ്റ് കൂട്ടാനായി വെളുത്തുള്ളി ഇടുന്നു. എന്നിട്ടാണ് ഇതിനെ ഒന്നുകൂടി കുഴച്ച് നല്ലോണം അതിൽ മിക്സ് ആക്കി ഇതിനെ നമുക്ക് അടുപ്പത്ത് വെക്കേണ്ട തയ്യാറെടുപ്പിലാക്കാം. കാരണം ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. കാരണം ഈ കക്ക ഇറച്ചിക്ക് നല്ല വേവുണ്ടാവും. കുറേ സമയം കഴിഞ്ഞാലേ ഈ കക്ക ഇറച്ചി പോവും. കക്ക ഇറച്ചി ഏകദേശം വെന്ത് പരുവായിട്ടുണ്ട്. ഇത് നമ്മുടെ കോഴിക്കോട് സ്റ്റൈലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.